കെ സുരേന്ദ്രനും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുമോ? ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. പക്ഷെ അപ്പോഴും 2 മന്ത്രിസ്ഥാനങ്ങൾ കേരളത്തിന് ലഭിക്കുമെന്നുള്ള വിവരം ഡൽഹിയിൽ നിന്നും വരുന്നു. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിലുണ്ട്, കെ സുരേന്ദ്രൻ ഡൽഹിയിലുണ്ട്. കേരളത്തിലെ പ്രമുഖ BJP നേതൃത്വം മുഴുവൻ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കേരളത്തെ 2 കേന്ദ്രമന്ത്രിമാരെങ്കിൽ വിനോദ്, ഈ സുരേഷ് ഗോപിയുടെ കാര്യം നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത് ഉയർന്നു വരുന്ന ആദ്യ പേര് അതേതായിരിക്കും? എൽദോ, നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു നിലയിലേക്ക് പറയുക പ്രയാസമാണ്. കാരണം ഒന്നിൽ കൂടുതൽ പേരുകൾ സജീവമായി കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട്. സുരേഷ് ഗോപി ഒന്നാമത്തെ പേര് തന്നെയാണ്. എന്നാൽ വി മുരളീധരൻ 3,11,000 വോട്ടെന്ന ഏറ്റവും വലിയ ഒരു ഫിഗർ, ഏറ്റവും വലിയ ഒരു പ്രകടനം ആറ്റിങ്ങലിൽ കാഴ്ചവെച്ച വി മുരളീധരൻ, അദ്ദേഹം മുൻ കേന്ദ്ര സഹമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞു. മന്ത്രിയാക്കി വീണ്ടും രാജ്യസഭയിലേക്ക് കൊണ്ടുവരിക, അത്തരം കാര്യങ്ങളൊക്കെയും നേതൃത്വത്തിന്റെ എന്നത് വ്യക്തമല്ല. പക്ഷേ അദ്ദേഹം സീനിയർ നേതാവാണ്. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന പദവിയിലേക്ക്, അതായത് സംഘടനാ സംവിധാനത്തിൽ മുരളീധരനെ കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ RSSലൂടെയൊക്കെയും സജീവമായി വന്ന ഒരു പ്രവർത്തകനാണ്. പൂർണ്ണമായും അദ്ദേഹം ആ നിലയ്ക്ക് സംഘടനാ സംവിധാനത്തിലൂടെ പടിപടിയായി ഉയർന്നു വന്ന ഒരു നേതാവാണ്. കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ നേതാവാണ്, സഹമന്ത്രിയായ ആളാണ്. കൃത്യമായി അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ പാതയിൽ വ്യതിചലിക്കാതെ, ഒരു ചാഞ്ചല്യവുമില്ലാതെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ വി മുരളീധരനെ പോലെ സീനിയറായ ഒരു വ്യക്തിത്വം നിൽക്കുന്നു. അദ്ദേഹത്തിന് സംഘടനാ സംവിധാനത്തിൽ ഒരുപക്ഷെ പ്രധാനപ്പെട്ട നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. മറ്റൊന്ന്, ശോഭാ സുരേന്ദ്രൻ തീപ്പൊരി നേതാവാണ്. കേരളത്തിൽ എല്ലാ കാലത്തും തനിക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും പാർട്ടിയെ തള്ളിപ്പറയാതെ പാർട്ടിക്ക് വേണ്ടി എല്ലാ വേദികളിലും സാധാരണ പ്രവർത്തകയെ പോലെ പ്രസംഗിക്കുന്ന, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ്. അവരെ മത്സരിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം BJPയുടെ വോട്ട് ഷെയർ ഗണ്യമായി ഉയർത്തിയ നേതാവാണ്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയുന്ന, തന്റെ രാഷ്ട്രീയത്തെ കൃത്യമായി എതിരാളികളെ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ഏറ്റവും ശക്തയായ ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമോ എന്ന കാര്യവും സജീവമായ ചർച്ചയിൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ വി മുരളീധരനെ പോലെ തന്നെ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് ശോഭയെ കൊണ്ടുവരിക എന്ന ആലോചന, അല്ലെങ്കിൽ ഒരു വനിതാ പ്രാതിനിധ്യം, അത് കൃത്യമാണ്. കാരണം കേരളത്തിൽ നിന്ന് ഒരു വനിതയെ മന്ത്രിസഭയിലേക്ക് സഹമന്ത്രി സ്ഥാനമെങ്കിലും നൽകി കൊണ്ടുവരിക എന്ന ഒരു കാര്യം, അതെല്ലാം തന്നെ പരിഗണനയിലുണ്ട്. കെ സുരേന്ദ്രന്റെ കാര്യത്തിലും ഈ തരത്തിൽ തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പം വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നു. അവിടെ വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, സംഘടനാ സംവിധാനം കേരളത്തിൽ കാര്യക്ഷമമാക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞു. സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഒരു വിജയമുണ്ടായിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും 2 മണ്ഡലങ്ങളിലെങ്കിലും ഈ 3 ലക്ഷത്തിനും അപ്പുറത്തേക്ക്, അതായത് വിജയിച്ച മണ്ഡലത്തിന് പുറമെ തിരുവനന്തപുരവും ആറ്റിങ്ങലിൽ 3 ലക്ഷം എന്ന ഒരു സംഖ്യ കടക്കുന്നു. ആലപ്പുഴയിൽ 3 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടാൻ സാധിക്കുന്നു. ടോട്ടൽ വോട്ട് ഷെയർ സംസ്ഥാനത്താകെ 20% അടുത്തെത്തിക്കാൻ സുരേന്ദ്രന് സാധിച്ചു, അല്ലെങ്കിൽ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞു എന്ന വിലയിരുത്തൽ ആകെ നോക്കുമ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിന് വലിയ അഭിമാനം നൽകുന്ന തരത്തിൽ തന്നെയാണ്. തൃശ്ശൂരത്തെ വിജയം എന്ന് മാത്രമല്ല, കേരളമാകമാനമുള്ള BJPയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് വലിയ സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹം തുടരാനുള്ള സാധ്യത കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പെട്ടെന്ന് ഒരു നേതൃമാറ്റം വേണമോ വേണ്ടയോ എന്ന ചിന്ത കൂടിയുണ്ട്. മറ്റൊരു പ്രസിഡന്റ് പുതുതായി വരുന്നതിനേക്കാൾ ഇപ്പോഴുള്ള സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന ഒരു അഭിപ്രായമുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തുവരെ ഇനി ഒരു പുതിയ പ്രസിഡന്റ് എന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴത്തെ സംവിധാനം തുടരുന്നതാണ് എന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ട്. ഈ താല്പര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്.
പടലപ്പിണക്കങ്ങൾ പരമാവധി ഒഴിവാക്കി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടും. കാരണം BJP പലപ്പോഴും പരസ്യമായ ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ നേതൃത്വത്തെ സമീപിക്കുന്ന നേതാക്കൾ ഓരോ നേതാക്കളായി പരാതി പറഞ്ഞ് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്ന രീതിയും ശൈലിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിനെല്ലാം വലിയ മാറ്റമുണ്ടായി. കേന്ദ്ര നേതൃത്വത്തിന്റെ തന്നെ നിർദ്ദേശം കൃത്യമായ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നത് അത് ഏറെക്കുറെ ഫലം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് സുരേന്ദ്രന്റെ കാര്യത്തിലും അദ്ദേഹത്തിനൊരു പരിഗണന അത് ഏത് നിലയിലാകും അധ്യക്ഷ സ്ഥാനത്ത് തുടരാനുള്ള സാധ്യത, രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള സാധ്യത ഇതെല്ലാം നിലനിൽക്കുന്നു. കാരണം ഒന്നിൽ കൂടുതൽ നേതാക്കളെ കേരളത്തിൽ നിന്ന് പരിഗണിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. എല്ലാവർക്കും ഒരിടം അത് ഒന്നുകിൽ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ അവരെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെയും കേരളത്തിലെ ഈ വിജയം നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ ഇരുന്ന് വിലയിരുത്തുന്നതിനപ്പുറം വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ തൃശ്ശൂരിലുണ്ടായിരിക്കുന്ന വിജയത്തിന് ലഭിക്കുന്ന സ്വീകാര്യത അല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന പ്രചാരം അത് വളരെ വലുതാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് BJPയുടെ കൊടി പാറിയിരിക്കുന്നു, ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു അംഗത്തെ കിട്ടിയിരിക്കുന്നു. അത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഈ അഭിമാന നേട്ടങ്ങളായി പറയുന്നതിൽ ഒന്ന് കേരളത്തിലെ ഒരു സീറ്റാണ്. ആ നിലയിലേക്ക് BJP കേരളത്തെ കാണുകയാണ്. അതായത് നമ്മൾ മാറിയിരുന്ന് കാണുമ്പോൾ, കേരളത്തിന് പുറത്തിരുന്ന് കാണുമ്പോൾ കേരളത്തിൽ BJPക്കുണ്ടായ വേരോട്ടം 20% വോട്ട് ഷെയർ ഇതെല്ലാം തന്നെ അഭിമാനകരമായ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ തഴയാൻ കഴിയില്ല. അങ്ങനെ ഇവിടെ ഉള്ള ഇപ്പോൾ സുരേഷ് ഗോപിക്കോ മറ്റാർക്കെങ്കിലുമോ മാറി നിൽക്കണമെന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നത് അത് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായി മാറ്റുക എന്ന രാഷ്ട്രീയ തന്ത്രം കൂടി BJP അവിടെ പ്രയോഗിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ മന്ത്രിസഭയിൽ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല.